മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിലെ 178 വീടുകൾ അതാണ് ആദ്യഘട്ടത്തിൽ കൈമാറാനുള്ളത്. അതിൽ 19 വീടുകൾ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. അതുകൂടി ഇന്ന് കൈമാറിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്തൊക്കെയാണ് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു? നമ്മൾ വർക്ക് ഏരിയ ഇറക്കി കിട്ടുന്നതും അതുപോലെ തന്നെ പുറത്തൊരു അലക്ക് കയ്യിലിട്ടാൽ അതിൻ്റെ വാട്ടർ എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിന് വ്യക്തമായ മറുപടി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നിട്ടുണ്ട്. റെഡിയായി. ഇനിയിപ്പോൾ താമസിച്ചാൽ മതി എന്നുള്ളൊരു കണ്ടീഷനായി. ഏകദേശം താമസിച്ചാൽ മതി പറഞ്ഞാൽ ഇവർക്ക് ഒന്നും കൂടെ ടച്ചപ്പ് ചെയ്യാണ്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നലെ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് പണി ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഉടനെ താമസിക്കാം. വീട് ഒക്കെ കണ്ട് എല്ലാം തൃപ്തിയായി? തൃപ്തിയായി, വളരെ നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഒരാഴ്ചക്കുള്ളിലൊക്കെ താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 10 ദിവസം കൊണ്ടാവും. ഞങ്ങൾ ഈ മാസം ലാസ്റ്റിന് താമസിക്കണമെന്നുണ്ട്. വീടൊന്നും കുഴപ്പമില്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുക എന്നുള്ളൊരു തീരുമാനമാണ്. ഉണ്ട്, അങ്ങനെയാണ്. ഞങ്ങൾ 178 പേര് ഒരുമിച്ച് താമസിക്കുക എന്നുള്ളൊരു തീരുമാനം ആദ്യം മുതൽ ഉണ്ടായതാണ്. അതിനി അങ്ങനെ തന്നെ ഒരുമിച്ച് താമസിക്കുകയുള്ളൂ. ഊരാളുങ്കൽ സൊസൈറ്റി അധികൃതരെ സംബന്ധിച്ചും വലിയ ആശ്വാസമാണ്. മഴ കനക്കുന്നതിന് മുൻപ് ഈ 178 കുടുംബങ്ങൾക്കും വീടുകൾ കൈമാറുക എന്നുള്ളത്. നമ്മളിപ്പം ഒരു ബെനിഫിഷ്യറീസിനെ വെച്ചിട്ടുള്ള ഒരു സംയുക്ത പരിശോധനയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അവർ വെച്ചുള്ള മീറ്റിങ്ങിൻ്റെ ഇപ്പോൾ ഇന്നത്തോടുകൂടി 20 ക്ലസ്റ്ററുകളായിട്ട് 178 വീടുകൾ കൈമാറുന്നതായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒഫീഷ്യലായിട്ട് താക്കോൽ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഓൾറെഡി ഒരാൾക്ക് നമ്മൾ കൈമാറിയിട്ടുണ്ട്. ഇനി നാളെ ഓരോ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഓരോരുത്തർക്കോ അല്ലെങ്കിൽ ക്ലസ്റ്റർ മുഖേന 1-2 ക്ലസ്റ്ററൊക്കെ ആയിട്ട് ഈ കാണുന്ന 10 ദിവസം കൊണ്ട് നമ്മൾ എന്താക്കുന്നു അവർക്കുള്ള ഒഫീഷ്യലി നമ്മളെല്ലാം ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ വീടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള എല്ലാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ തീർത്തി കാണുന്ന ഈ ഒരു മെയ് 31 എല്ലാ ബെനിഫിഷ്യറീസിന് വീടുകൾ കൈമാറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലാനിങ്ങും ആയിട്ടുണ്ട്. 300 സ്ട്രക്ചറൊക്കെ ആയില്ലേ? ബാക്കി പണികൾ ഇതിന് സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ടല്ലോ. നിലവിൽ 410 വീടുകൾ ഇപ്പോൾ 327 പേരാണ് ബെനിഫിഷ്യറീസ് ആയിട്ടുള്ളത്. ആ 327 പേർക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഓൾറെഡി 178 പേരെ ഇപ്പോൾ നമ്മളിപ്പോൾ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. സോ ബാക്കിയുള്ളത് നമുക്ക് ഉടനടി കൊടുക്കാനുള്ള ഒരു പ്ലാൻ ആക്കിയിട്ടുണ്ട്. ആ പ്ലാന് ബഹുമാനയുടെ കളക്ടറായിട്ട് നമ്മൾ ഒരു ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉടനടി ഏതാണ്ട് ഒരു സെപ്റ്റംബർ അവസാനത്തോടുകൂടി എന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഒഫീഷ്യലി നമ്മളത് ഒരു പ്ലാനാക്കി കൊടുത്തിട്ടില്ല. നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള മഴയുടെ സാധ്യതകളും എല്ലാം കൂടി ഒന്ന് പരിശോധിച്ചിട്ട് അതൊരു സ്ട്രക്ചറാക്കിയിട്ട് നമ്മൾ ഉടനടി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും കിഫ്കോണിന്. എല്ലാം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ തൃപ്തരാണോ? അതെ, തൃപ്തരാണ്. ചെറിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീടൊക്കെ ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, സന്തോഷമായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, വീടിന്റെ കണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തൃപ്തിയാണ്. നമുക്ക് വീട് ഇഷ്ടപ്പെട്ട് സന്തോഷമായി. അടുത്ത ദിവസം കൂടാനുള്ള തീരുമാനത്തിലാണ്. 178 പേരും അതിൽ ഒരു വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പാലുകാച്ചൽ നടന്നത്. ബാക്കി 177 കുടുംബങ്ങളുമുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് താമസിക്കാനുള്ള ഒരുക്കത്തിലാണ്. എന്തായാലും മഴയ്ക്ക് മുൻപ് ഈ 178 കുടുംബങ്ങൾക്കും താമസിക്കാം എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ബാക്കി പിന്നീട് അടുത്ത ഘട്ടത്തിലുള്ള വീടുകളാണ്. അതിൻ്റെ നിർമ്മാണം ഇതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും 10 ദിവസത്തിനുള്ളിൽ തന്നെ മുഴുവൻ കുടുംബങ്ങളും 178 കുടുംബങ്ങളും ഈ ടൗൺഷിപ്പിൽ താമസം തുടങ്ങും. ജസ്റ്റിൻ മാത്യുവിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.